check her temperature. Inform me after some time. Yes, doctor. ये होश में आते ही ठीक है तो इसको घर भेज सकती हो. जी डॉक्टर. Nothing to worry. She is just weak and tired. That's all. You can take her right now. കൊണ്ടുപോവാൻ എങ്ങോട്ട്? मैंने कितनी बार पूछा आपको कहां छोड़ना है? बोलिए. For heaven's sake, tell me where should I drop you? गुड इवनिंग सर. मेरे साथ एक गेस्ट भी है, मेरा कजिन. जी साहब. ग्रुप कैप्टन ईश्वर साहब के साथ एक गेस्ट है, नोट कर लो. चलिए. ഓരോ മാരണങ്ങൾ കയറി വരും. ഇന്ന് ആരെയാണാവോ കണി കണ്ടത്? ഈ നേരത്തെ രാമു ഇവിടെ ഇല്ലാതായിപ്പോല്ലോ. अरे भगवान के लिए कुछ तो बोलो. कौन हो तुम? ഇനി ഇവിടെ ഊമയോ മറ്റോ ആണോ ദൈവമേ? അല്ല. മലയാളിയായിരുന്നിട്ടാണോ ഇത്ര നേരം ഒന്നും മിണ്ടാതെ എന്നിട്ട് കുരങ്ങളിപ്പിച്ചത്? അതിന് സാർ ഇപ്പോഴാ മലയാളം പറഞ്ഞത്. ഓ, എന്താ പേര്? ലക്ഷ്മി. ഇവിടെയാണോ വീട്? അല്ല. നാടെവിടെയാ? ആലപ്പുഴയ്ക്കടുത്ത്. ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശം? ഇതേ ഒരു പട്ടാളക്കാരന്റെ വീടാ, അതും ബാച്ചിലറുടെ. സർവന്റ് പോലും ഇവിടെ ഇല്ലാത്ത നേരത്തെ ഒരു പെൺകുട്ടിയെ ഇവിടെ കണ്ടാൽ ആകെ പ്രശ്നമാവും. എന്നിട്ട് ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് മനുഷ്യത്വത്തെ ഓർത്ത് മാത്ര. ഇത്രയും വൈകിട്ട് നിങ്ങൾ ഇവിടെ നിറക്കി വിടുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ രാത്രി ഇവിടെ കഴിയാം. വെളുപ്പിനെ പോയിക്കോളും. ഉറങ്ങില്ലേ? ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്. കുറച്ചുകൂടെ വെളുത്തിട്ട് പോയാൽ മതി. പൈസ വല്ലതും വേണോ? വേണ്ട. റോഡിലൂടെ വലത്തോട്ട് പോയാൽ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടുന്ന് സ്റ്റേഷനിലേക്ക് ബസ് കിട്ടും. സ്റ്റേഷനിൽ നിന്ന് നാട്ടിലേക്ക് ഏതെങ്കിലും വണ്ടി ഉണ്ടാവും. പോകുമ്പോ കഥ വലിച്ചടച്ചേക്കണം. താക്കോലോടെ പോയി. സാറിന് ഡ്യൂട്ടിക്ക് പോയില്ലേ? ഇതാ കുഴപ്പം. ഞാൻ 2 ദിവസം കൂടെ ഇല്ലെങ്കിൽ ചിട്ടകൾ മുഴുവൻ തെറ്റിക്കും. സാറിന്റെ ഒരു കാര്യം. വീട് മാറിപ്പോയാ? മാഫ് കീജിയേ, സോറി, വീട് മാറി.
മാറിയിട്ടില്ലല്ലോ. एक मिनिट बहन, एक मिनिट. ഈശ്വർ സാർ കർ. അതെ. അപ്പൊ ഇതാര്? മഹാലക്ഷ്മി. മഹാലക്ഷ്മി എന്നല്ലേ പേര്? മഹാലക്ഷ്മി എന്നല്ല, ലക്ഷ്മി എന്നാണ് പേര്. ആയിക്കോട്ടെ, ലക്ഷ്മി തന്നെ ആയിക്കോട്ടെ. ഇനിയിപ്പോ ലക്ഷ്മി ആയാലും മഹാലക്ഷ്മി ആയാലും ഞാൻ ചേച്ചിയെന്ന് വിളിക്കൂ. സാറേ എന്റെ സ്വന്തം ചേട്ടനെ പോലെയാ, അറിയോ? ദൈവമേ, ഇപ്പോഴെങ്കിലും എന്റെ പ്രാർത്ഥന നീ കേട്ടല്ല. എന്തായാലും ഇനി ചോദിക്കാനും പറയാനും ഒരാളായി. ഇനി ഇവിടെ ഒരു അടുക്കും ചിട്ടയും ബഹളമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വീട്ടിൽ വരുന്ന നല്ലതാ. രാവിലെ കാപ്പി കൊണ്ടായി കൊടുത്താ ഒന്നുമില്ലേ അതിനകത്ത്? നിങ്ങൾ ആരാ? ഞാൻ ആരെന്നാ? ഞാനല്ലേ സാറിന്റെ എല്ലാം രാമൻകുട്ടി. അല്ല, അപ്പൊ സാറിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പറഞ്ഞോണല്ലോ. ഇനി ചിലപ്പോ സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് വെച്ച് പറയാത്തായിരിക്കും. ചേച്ചി ഇങ്ങോട്ട് നീങ്ങുന്നേ. ഇങ്ങോട്ട് നീങ്ങില്ലേ ചേച്ചി? ഈ മഹാലക്ഷ്മി വരും എന്നൊക്കെ സാർ ഇടയ്ക്ക് പറയുമ്പോ സത്യം പറയാമല്ലോ, ഞാൻ കരുതിയത് തമാശ പറയാന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് യഥാർത്ഥമാണെന്ന്. സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ. സാറ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഉണ്ട്. അതേ നിറം, അതേ മുഖം, അതേ തലമുടി, മൂക്ക്, കണ്ണ് ഒക്കെ വളരെ കറക്റ്റാ. എന്നാലും എനിക്ക് പറ്റിയൊരു അബദ്ധേ. ചേച്ചി ആദ്യമായിട്ട് വീട്ടിൽ വന്ന് കയറിയപ്പോ ഞാൻ ഇല്ലാതായി പോയല്ലോ. എന്താ പറ്റിയെന്നറിയോ? 10ാം കൊട്ടുള്ള എന്റെ ചേട്ടൻ അസുഖാന്ന് പറഞ്ഞ് കത്തുവന്ന്. അങ്ങനെ അതുവരെ ഒന്ന് പോയതാ. ഒരു മിനിറ്റ്, ഞാൻ ഈ കുളിയും പല്ലിയൊന്നും കഴിച്ചില്ല, ഇപ്പൊ വരാം. പിന്നെ ക്ലാസ് ഒക്കെ എങ്ങനെ നടക്കുന്നു? ഞാൻ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. 10ാം കോട്ട് വരുന്നു. 10ാം കോട്ട് ചേട്ടനെ വീടില്ലേ? ചേട്ടന് അസുഖമായിരുന്നു. ഇപ്പൊ എന്താ പറയുന്നത്? അതല്ല ഇപ്പം പൊട്ടന. ഒരു കാര്യം എത്ര പ്രാവശ്യം പറയണം? 10ാം കോട്ട്. നീ 10ാം കോട്ട് വിട്ട പോന്നു? ഞാൻ രാവിലെ വന്നു. ചേട്ടൻ എങ്ങനെയുണ്ട്? ചേട്ടനൊക്കെ കുറവുണ്ട്. എന്താണ് നിന്റെ മുഖത്തൊരു വളിച്ച ഭാവം? ഒന്നുമില്ല, എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. എന്തോ നടാ നിന്ന് പിറുപിറുക്കുന്നത്? ഒന്നുമില്ല സാർ, കഴിക്ക്. സാമ്പാർ, രസം, പപ്പടം ഉണ്ട്. എന്ത് പറ്റിടാ? എല്ലാം കാര്യമായിട്ടാണല്ലോ. പായസം ഉണ്ട്. അതേ വേണമെന്ന് ഞാനാ നിർബന്ധം പിടിച്ചത്. ആദ്യമായിട്ട് വീട്ടിൽ ഒന്നല്ലേ. ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? അശ്രദ്ധയാണോ? അശ്രദ്ധയൊന്നുമില്ല, വളരെ ശ്രദ്ധിച്ചതൊക്കെ ഉണ്ടാക്കിയത്. അല്ലടാ, ശ്രദ്ധ കൗൾ. അയ്യടാ, ആ വായാടി പെണ്ണാ. അവളൊന്നുമല്ല, പിന്നെ സാറിന്റെ ഭാര്യ. ഭാര്യ? ആ, മഹാലക്ഷ്മി ചേച്ചി. അവളിതുവരെ പോയില്ലേ? പോയില്ലെന്നാ? എവിടെ പോവാൻ? ചേട്ടാ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ട് പോയില്ലേ? അത് കൊള്ളാം. ലക്ഷ്മി, ലക്ഷ്മി, രാവിലെ തന്നെ പൊയ്ക്കൊള്ളുന്നല്ലേ നിന്നോട് പറഞ്ഞത്? ഒരു ആപത്തിൽ സഹായിച്ചതിൽ എന്നെ മാനം കെടുത്താനാണോ ഭാവം? ഒരക്ഷരം എനിക്ക് കേൾക്കണ്ട. ഇപ്പൊ ഇറങ്ങണം, ഈ നിമിഷം. ചേച്ചി എവിടെ പോന്ന്? നിക്കാൻ ചേച്ചി. ഞാനാ പറഞ്ഞ നിക്കാൻ. പോരുത് ചേച്ചി. സാർ എന്ത് പണിയായി കാണിച്ചേ? വീട്ടിലിരുന്ന് മഹാലക്ഷ്മി അടിച്ചിറക്കി വിടുക, അത് സ്വന്തം ഭാര്യയെ. ഭാര്യ? ആരാ ഭാര്യ? ആരുടെ ഭാര്യയെ? മനുഷ്യത്തോർത്ത് ഒരു രാത്രി കിടക്കാൻ അനുവദിച്ചപ്പോ സ്ഥിരതാമസത്തിന് വന്നിരിക്കുക. ഓഹോ, സാറിനപ്പൊ ഇങ്ങനത്തെ ഏർപ്പാടൊക്കെ ഉണ്ടല്ലേ? ഞാൻ സാറിനെ കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത്. 2 ദിവസം ഞാൻ മാറി നിന്നപ്പോ. എന്താ കഴുത നീ പറഞ്ഞോണ്ട് വരുന്നത്? ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല. ഇങ്ങനത്തെ ആളിന്റെ കൂടെ കൂടി ഞാനും വഷളായി പോകില്ലേ? എന്താണ് അവിടെ പിറവിറുക്കുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. റെഡ് അലേർട്ടിന്റെ കമ്പ്യൂട്ടറൈസേഷനെ കുറിച്ച് നമ്പ്യാർ സാറുമായി സാർ സംസാരിച്ചു. ഹി വെൽക്കംഡ് ഇറ്റ്. പക്ഷെ അതിനു മുമ്പ് ഡിഫൻസ് സയന്റിസ്റ്റുകളുമായിട്ട് ചില പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫോർച്ചുനേറ്റ്ലി അവരുടെ ചീഫ് ഡോക്ടർ ധവാൻ ഇന്ന് സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിലുണ്ട്. നമ്മൾ അവിടെ പോകുന്നു, അദ്ദേഹത്തെ കാണുന്നു.
ചെത്ത് പയ്യന്മാരെ കാര്യം. ആ ഇവന്മാരെ കൊണ്ട് വലിയ ശല്യായല്ലോ. പോവാൻ പറയാൻ പറഞ്ഞു. अरे ए आगे जाओ, ए दूर नहीं, आगे जाओ. ये क्या कर रहे हो? Stop it! Stop! ये क्या कर रहे हो? Stop it!